ഫ്രണ്ടിൻ്റെ ബർത്ത്ഡേ ആണ്. കയ്യിലാണെങ്കിൽ പൈസയില്ല. ഇനി ഞാൻ അവൾക്ക് എന്ത് കൊടുക്കുമെന്ന് ആലോചിച്ചിരിക്കുകയാണോ. ഒരു ബട്ടർഫ്ലൈ തീമിലുള്ള സിമ്പിൾ ബർത്ത്ഡേ ഗ്രീറ്റിംഗ് കാർഡ് ഞാൻ കാണിച്ചു തരാം. അതിണ്ടാക്കി കൊടുത്തോ. നിങ്ങളുടെ കയ്യിലുള്ള പൈസയെക്കാളും നിങ്ങളിടുന്ന എഫേർട്ടിനെ വാല്യൂ ചെയ്യുന്ന ഒരു ഫ്രണ്ടാണെങ്കിൽ അവരെ ഹാപ്പിയാക്കാൻ ഇതൊക്കെ മതി കേട്ടോ. എന്താ ഇതത്ര സിമ്പിൾ കാര്യമാണോ? നമ്മൾ ഇഷ്ടപ്പെടുന്നവർക്ക് വേണ്ടി നമ്മൾ നമ്മുടെ കൈ കൊണ്ട് തന്നെ ഒരു ഹാൻഡ് മെയ്ഡ് സാധനം ഉണ്ടാക്കി കൊടുക്കാന്ന് പറഞ്ഞാൽ അതല്ലേ വലിയ കാര്യം. A4 ഷീറ്റും സ്കെച്ച് പെന്നും ഉണ്ടെങ്കിൽ നിങ്ങൾക്കും ഇതുണ്ടാക്കാം. A4 ഷീറ്റിന് പകരം ഇവിടെ ഞാൻ സ്കെച്ച് ബുക്കിലെ പേപ്പറാണ് എടുത്തിട്ടുള്ളത്. അതാകുമ്പോൾ കുറച്ചുകൂടി കട്ടി ഉണ്ടാവും. A4 ഷീറ്റിനേക്കാളും ഒരു കാർഡിൻ്റെ ലുക്കൊക്കെ തരിക ഇങ്ങനെയുള്ള കുറച്ച് കട്ടിയുള്ള പേപ്പറായിരിക്കും കേട്ടോ. ബട്ടർഫ്ലൈനെ വരക്കലായിരുന്നു ഏറ്റവും വലിയ ടാസ്ക്. എനിക്കൊന്നും വരച്ചങ്ങോട്ട് ശരിയാവുന്നുണ്ടായിരുന്നില്ല. പിന്നെ അത് കളറൊക്കെ ചെയ്ത് വന്നപ്പോൾ കൊള്ളാം. ബട്ടർഫ്ലൈ പോലെയൊക്കെ ഉണ്ടോയെന്നൊന്നും അറിയില്ല, എന്നാലും ഞാൻ ഉദ്ദേശിച്ചത് ബട്ടർഫ്ലൈ ആണ്. സർക്കിൾ ഷേപ്പിൽ ഒരു പേപ്പർ കട്ട് ചെയ്തിട്ട് അതിനെ ഇങ്ങനെ കട്ട് ചെയ്തിട്ട് അത് ഈ കാർഡിനകത്ത് ഒട്ടിച്ചു കൊടുക്കണം. എന്നിട്ട് അതിൻ്റെ മുകളിൽ ഓരോ കളറിലുള്ള ബട്ടർഫ്ലൈസിനെ ഒട്ടിച്ചു കൊടുക്കാം. ആ ഒരു സർക്കിൾ ഷേപ്പ് കട്ട് ചെയ്തത് അതിൻ്റെ 2 അറ്റം മാത്രമേ കാർഡിനകത്തേക്ക് ഒട്ടിച്ചു കൊടുക്കാൻ പാടുള്ളൂ കേട്ടോ, ഞാൻ വീഡിയോയിൽ ചെയ്തതുപോലെ. പിന്നെ ബാക്കിയുള്ള 2 ബട്ടർഫ്ലൈനെ ഞാൻ 2 സൈഡിൽ വെച്ചിട്ടുണ്ട്. പിന്നെ അതിനകത്തൊരു കോട്ട് എഴുതിയിട്ടുണ്ടായിരുന്നു, അതാണ് കോമഡി. പെൻസിൽ യൂസ് ചെയ്ത് എഴുതി അതിൻ്റെ മുകളിൽ പെന്നുകൊണ്ട് എഴുതുമ്പോൾ എൻ്റെ എക്സ്ക്യൂസസിൻ്റെ സ്പെല്ലിംഗ് തെറ്റിപ്പോയി. കോട്ടിങ്ങിനായിരുന്നു ഫൈൻഡ് എ റീസൺ ടു ഫ്ലൈ ഇൻസ്റ്റെഡ് ഓഫ് 1000 എക്സ്ക്യൂസസ് ടു ഫോൾ. നമുക്ക് വീണു പോകാനുള്ള ഒരുപാട് എക്സ്ക്യൂസസിനേക്കാൾ ഉപരി നമുക്ക് ജീവിക്കാനുള്ള ഫ്ലൈ ചെയ്യാനുള്ള ഒരു റീസൺ കണ്ടുപിടിക്കുക എന്നുള്ളതാണ് ഇതിൻ്റെ മീനിങ്. അപ്പോൾ അതിൽ ഹൈലൈറ്റഡ് ആയ 2 വേർഡാണല്ലോ റീസണും എക്സ്ക്യൂസസും. അതിനെ ഞാൻ വേറൊരു പേപ്പറിൽ എഴുതി കട്ട് ചെയ്ത് അവിടെ ഒട്ടിച്ചു കൊടുത്തു. പിന്നെ ഫ്രണ്ട് പേജ് ഇങ്ങനെയും ഡിസൈൻ ചെയ്ത് കൊടുത്തു. സംഭവം എനിക്കിഷ്ടമായി കേട്ടോ. നിങ്ങൾക്ക് കുറച്ചുകൂടി വൃത്തിയിൽ ബട്ടർഫ്ലൈസിനൊക്കെ വരക്കാൻ പറ്റുമെങ്കിൽ എന്നേക്കാൾ അടിപൊളിയായിട്ട് നിങ്ങൾക്കും ചെയ്യാൻ പറ്റും. അപ്പോൾ വീഡിയോ ഇഷ്ടമായാൽ ലൈക്കും കമൻറ്റും മറക്കണ്ട. ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറന്നു പോകണ്ട. ഗിവ് അവേ ഒക്കെ വരുന്നതാണ്, അപ്പോൾ എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യുക.